ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അക്വാറ്റിക് പ്ലാന്റ് ആയിട്ടാണ്. മെക്സിക്കൻ സ്വാഡ് ലില്ലി എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. നമ്മുടെ ഗാർഡനിൽ മിനി പോണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. അതുപോലെ ഓപ്പൺ എക്വേറിയത്തിലും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. മീനുകളെ വളർത്തുന്ന ചെറിയ പോണ്ടിലും എക്വേറിയത്തിലും ഒക്കെ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെള്ളത്തിലുള്ള ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്ലാന്റും കൂടിയാണ്. ഈ പ്ലാന്റിൽ നിന്ന് ഇതുപോലെ വളരെ നീളത്തിലുള്ള ഒരു തണ്ട് പോലെ വന്നിട്ട് അതിലാണ് പൂക്കൾ ഉണ്ടാവുക. ഇതിൻ്റെ പൂക്കൾക്ക് ഒരു ദിവസത്തെ ആയുസുള്ളൂ കേട്ടോ. ഇതിപ്പോൾ വെയിൽ കൊണ്ട് വാടിപ്പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ നമ്മുടെ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന് ധാരാളം തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യുക. ഈ സൈസ് തുടങ്ങി പൂവിടാറായിട്ടുള്ള തൈകൾ വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 135 രൂപയായിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ പ്രോപ്പഗേഷനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഈ തണ്ട് പോലെ വരുന്നതിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ പുതിയ ബേബി പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് റൂട്ടൊക്കെ ഒന്ന് ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്തിട്ട് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ ഓരോ റൂട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളിത് മിനി പോണ്ടിലോ അല്ലെങ്കിൽ അക്വേറിയത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളത് ആ റണ്ണേഴ്സ് വന്നു കഴിയുമ്പോൾ വീണ്ടും അതിന്ന് വെള്ളത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വേര് പിടിച്ച് കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് ആ പ്ലാന്റ് അതിൽ ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണമെങ്കിൽ ആ റൂട്ട് വരുന്ന ഭാഗത്തിനോട് കട്ട് ചെയ്തിട്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വേറെ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ കാണുന്നതാണ് ഈ മെക്സിക്കൻ സ്വാഡ് ലില്ലിയുടെ പൂക്കൾ കേട്ടോ. 3 ഇതിലുള്ള നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ചെറിയ പൂക്കളാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക. നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. ഇനി അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അതും നിങ്ങൾക്ക് ഒറ്റ കൊറിയർ ചാർജിൽ കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലിടുന്ന പുതിയ വീഡിയോസിനായും അപ്ഡേറ്റ്സിനായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.